വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ ശാരദാമ്മ ശാലിനിയോട് മോൾ ടെൻഷനൊന്നും ആവണ്ട എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ശാലിനിക്ക് ബോധക്കേട് വരികയാണ്. അദ്ദേഹം തളർന്നങ്ങ് താഴേക്ക് വീഴുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മ ഇങ്ങനെ തട്ടി വിളിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് വിഷ്ണു അകത്തേക്ക് കയറി വരുന്നത്. അന്നേരം എന്തു പറ്റി ശാരദാമ്മയെ ചോദിക്കുമ്പോൾ അറിയില്ല, പെട്ടെന്ന് തലയിറങ്ങി വീണു എന്ന് പറയുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണ്. അവർ ശാലിനിയും കൂട്ടി ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞിരുന്നു. പുറത്തിരിക്കുകയാണ് ശാരദാമ്മയും വിഷ്ണുവും കൂടി. വിഷ്ണു ആണെങ്കിൽ ആകെ ടെൻഷനിലാണ്, ശാലിനിക്ക് എന്ത് പറ്റി എന്നറിയാതെ. അതേസമയം ഡോക്ടർ പരിശോധിക്കുന്നുണ്ട്. തുടർന്ന് നഴ്സ് ചോദിക്കുകയാണ്, എന്താ ഡോക്ടർ, എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് തോന്നുന്നു, കുഴപ്പമൊന്നുമില്ല, വേറെ പ്രശ്നമൊന്നുമില്ല, ടെസ്റ്റ് റിസൾട്ടൊക്കെ വരാനില്ലേ, റിസൾട്ട് വന്നിട്ട് നാളെ പറയാമെന്ന് പറയുകയാണ്. തൽക്കാലം പറയണ്ട, കൺഫേം ആക്കിയിട്ട് പറയാമെന്ന് ഡോക്ടർ പറയുകയാണ്. അതേസമയം ശാലിനി കണ്ണ് തുറക്കുന്നുണ്ട്. എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ വേണ്ട, കിടക്കുമെന്ന് പറയുകയാണ്. അന്നേരം എനിക്ക് പ്രശ്നമൊന്നുമില്ല ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ചെറിയൊരു ക്ഷീണമുണ്ട്, ആഹാരമൊന്നും കഴിക്കാറില്ലല്ലേ, ഹസ്ബൻഡിൻ്റെയും അമ്മയുടെയും വെപ്രാളമൊന്ന് കാണേണ്ടായിരുന്നു, നല്ലപോലെ ഭക്ഷണം കഴിക്കണ്ടേന്നൊക്കെ പറയുകയാണ്. തുടർന്ന് അവരെ അകത്തേക്ക് വിളിക്കാൻ പറയുമ്പോൾ ശാരദാമ്മയും വിഷ്ണുവും കൂടി അകത്തേക്ക് വരുന്നുണ്ട്. ഡോക്ടറുടെ ക്യാബിനിലേക്ക് ശാലിനിയും വന്നിരിക്കുകയാണ്. അന്നേരം എന്ത് പറ്റിയോടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല, കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ ശാലിനി പറയുകയാണ്. അന്നേരം ശാലിനിയുടെ കയ്യിലേക്ക് വിഷ്ണു ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അന്നേരം നന്നായിട്ട് ആഹാരം കൊടുക്കണം എന്നിങ്ങനെ ഡോക്ടർ പറയുമ്പോൾ സ്വന്തമായിട്ടൊരു ഹോട്ടലുള്ളതാണ് ഡോക്ടറെ, എന്നിട്ട് മക്കൾക്ക് ആഹാരം കഴിക്കാനൊക്കെ വലിയ പാടാണെന്നിങ്ങനെ ശാരദാമ്മ കളിയാക്കി പറയുന്നുണ്ട്. തുടർന്ന് നന്നായിട്ട് ആഹാരം കഴിച്ചാൽ മതി, ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ വരാനുണ്ട്, നാളെ കിട്ടുള്ളൂ എന്ന് പറയുകയാണ്. തുടർന്ന് പിന്നെ ഇയാൾ IAS പ്രിപ്പയർ ചെയ്യുന്നതാണ്, 2ാം റാങ്ക് കിട്ടി, ആ ശാലിനിയാണ് ഈ ശാലിനി എന്നൊക്കെ വിഷ്ണു അങ്ങ് വെപ്രാളത്തിൽ പറയുന്നുണ്ട്. ആണോ, കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞ് ഡോക്ടർ കൺഗ്രാറ്റ്സ് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട്. ഒരു കൺഗ്രാറ്റ്സിനോട് ചാൻസ് ഉണ്ടോ എന്ന് നോക്കട്ടെ, നാളെ റിസൾട്ട് കിട്ടും എന്നിട്ട് പറയാമെന്ന് പറയുമ്പോൾ അവർക്കാർക്കും മനസ്സിലാവുന്നില്ല. അതിൻ്റെ ഒരു ഊഹാർക്കും ഇല്ലാത്തത് കൊണ്ട് അവരാരും മനസ്സിലാവുന്നില്ല. തുടർന്ന് നന്നായിട്ട് ആഹാരം കഴിക്കണം, സിവിൽ സർവീസിനൊക്കെ പോകാനുള്ളതല്ലേ, ആരോഗ്യം മെച്ചപ്പെടുത്തണം, റിസൾട്ട് നാളെ പറയാമെന്ന് ഡോക്ടർ പറയുകയാണ്. തുടർന്ന് വിഷ്ണു ഇങ്ങനെ ശാലിനിയെ നോക്കുന്നുണ്ട്. ശാലിനിയുടെ കയ്യിലേക്ക് ഇങ്ങനെ ഇറുക്കി പിടിക്കുകയാണ്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ശാലിനിയും ശാരദാമ്മയും കൂടി വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം ശാന്ത അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു. എന്തു പറ്റിയാന്നൊക്കെ വെപ്രാളപ്പെടുമ്പോൾ ഭക്ഷണം കഴിക്കാത്തതിൻ്റെയാണ്, അല്ല വേറെ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ അകത്തേക്ക് പോകാമെന്നും പറഞ്ഞ് ശാലിനി പിടിച്ചുകൊണ്ടൊക്കെ വിഷ്ണു പോവുകയാണ്. അന്നേരം എനിക്ക് പ്രശ്നമൊന്നുമില്ല, എന്നെ രോഗിയാക്കല്ലേ എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് വിഷ്ണുവിൻ്റെ കൂടെ ശാലിനി അങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ്. ഇതേസമയം വിഷ്ണുവിന് ചായ എടുക്കട്ടെ എന്നൊക്കെ ശാരദാമ്മയോട് ശാന്ത ചോദിക്കുമ്പോൾ വേണ്ട, അവർക്ക് ഒരുപാട് സങ്കടങ്ങൾ പറയാനുണ്ടാവും, ഇപ്പോൾ സങ്കടപ്പെടുത്തണ്ടെന്ന് പറയുകയാണ്. ഇതേസമയം അകത്തേക്ക് ചെല്ലുമ്പോൾ ശാലിനി ആണെങ്കിൽ വിഷ്ണുവിനെ ഇറുകെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, വിഷ്ണുവേട്ടനെ ഞാൻ എങ്ങോട്ടത്തേക്കും വിടില്ല, വിഷ്ണുട്ടൻ എന്തായാലും വന്നല്ലോ, എനിക്കറിയായിരുന്നു സത്യാമ്മ എന്നോട് പൊറുക്കുമെന്ന്, എന്നെ ഒരുപാട് സ്നേഹിച്ചതല്ലേ, പാറുക്കുട്ടിയുടെ അമ്മ ഞാനല്ല എന്നും വിഷ്ണുട്ടൻ്റെ പെണ്ണ് ഞാനല്ല എന്നും സത്യാമ്മയ്ക്ക് ഒരിക്കലും തള്ളി പറയാനായിട്ട് സാധിക്കില്ല, എന്തായാലും പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ എന്നൊക്കെ അങ്ങ് വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ശാലിനി പറയുകയാണ്. പക്ഷേ വിഷ്ണുവിന് ആകെ അങ്ങ് സങ്കടം വരികയാണ്. ഞാൻ പോയി പെട്ടെന്ന് ഡ്രസ്സ് മാറി ബാഗൊക്കെ എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞ് ശാലിനി അങ്ങ് തിരിയുമ്പോൾ വിഷ്ണു കൈ കയറി പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, സമയമായിട്ടില്ല, കാറും കോളുമൊക്കെ മാറും, നമുക്ക് കുറച്ചുകൂടി താൻ കാത്തിരിക്കണം, താൻ മാത്രമല്ല ഞാനും എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ശാലിനി ഇപ്പോൾ സങ്കടത്തോടെ പറയുകയാണ്. അപ്പോൾ വിഷ്ണുവേട്ടൻ എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതല്ലല്ലേ എന്ന് പറഞ്ഞങ്ങ് കരയുകയാണ്. അന്നേരം ഞാൻ ഇറങ്ങുകയാണെന്ന് വിഷ്ണു പറയുമ്പോൾ കുറച്ചുകൂടി സമയം ഇവിടെ ഇരിക്കാമെന്ന് പറയുമ്പോൾ ഇപ്പോൾ തന്നെ കുറേ സമയം അമ്മ അന്വേഷിക്കുമെന്ന് പറയുമ്പോൾ വിഷ്ണു അങ്ങനെ പറയുമ്പോൾ ശാലിനി കുറച്ച് ധൈര്യം വന്ന പോലെ നിൽക്കുകയാണ്. ശരി വിഷ്ണുവേട്ടൻ പൊയ്ക്കോ എന്നിങ്ങനെ സങ്കടം ഉള്ളിൽ ഒതുക്കിയാണ് പറയുന്നത്. തുടർന്ന് വിഷ്ണു പോക്കറ്റിൽ നിന്ന് ഒരു ലെറ്റർ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇത് തരാനാണ് വന്നത്, ഇൻ്റർവ്യൂ ലെറ്ററാണ്, താൻ പോകണം, റെഡിയായി നിൽക്കണം, ഞാൻ കൊണ്ടുപോകാനായിട്ട് വരും എന്നൊക്കെ പറയുമ്പോൾ സങ്കടത്തോടെ ശാലിനി ഇത് വാങ്ങിക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളില്ലേ എന്നൊക്കെ പറയുമ്പോൾ തുടർന്ന് വിഷ്ണു അങ്ങ് പോവുകയാണ്. സങ്കടത്തോടെ വിഷ്ണു കണ്ണൊക്കെ നിറഞ്ഞ് കരഞ്ഞൊഴുകുകയാണ്. തുടർന്ന് ശാലിനി അവിടെ തറയിലിരുന്ന ലെറ്ററും പിടിച്ചുകൊണ്ട് അങ്ങ് പൊട്ടി കരയുകയാണ്. അതേസമയം ശാരദാമ്മ ശാന്തയോട് പറയുന്നുണ്ട്, പായസം 4 കൂട്ടം പായസം അടക്കം വിഷ്ണുവിന് ഇന്ന് സദ്യ ഉണ്ടാക്കി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇറങ്ങുന്നു ശാരദാമ്മയെന്നും പറഞ്ഞ് വിഷ്ണു ഇറങ്ങി വരുന്നത്. അന്നേരം എന്താ മോനെ, മോൻ പോവുകയാണെന്ന് ചോദിക്കുമ്പോൾ അതെ എന്നിങ്ങനെ മുഖത്ത് നോക്കാതെ ശാരദാമ്മയോട് വിഷ്ണു പറയുകയാണ്. അന്നേരം വിഷ്ണുവിൻ്റെ മുഖവും മുഖഭാഗവും കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്നത് കണ്ട് ശാരദാമ്മയും ശാന്തയൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. വിഷ്ണു പെട്ടെന്ന് അവർക്ക് മുഖം കൊടുക്കാതെ വണ്ടിയെടുത്ത് പോകുന്നുണ്ട്. തുടർന്ന് വിഷ്ണു തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ ഹാളിൽ രാഘവൻ നായരും പിന്നെ സത്യഭാമയും രോഹിത്തും ശ്യാമയും പിള്ളയും ഒക്കെ ഉണ്ട്. വിഷ്ണു എവിടെ പോയി എന്നറിയാതെ ഭാമയാണെങ്കിൽ ദേഷ്യത്തെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ്. വിഷ്ണു വന്ന് കയറുമ്പോൾ നീ എവിടെ പോയതെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഹോട്ടലിലേക്ക് എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ പോയത് ഹോട്ടലിലേക്ക് തന്നെ ആയിരിക്കണം, പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, ശ്യാമയുടെ സീമന്തം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്, നിൻ്റെ ഭാഗത്തുനിന്ന് വിളിക്കേണ്ടവരെയൊക്കെ നീ വിളിച്ചോളണം എന്നിങ്ങനെ പറയുമ്പോൾ ശ്യാമ അങ്ങ് സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അന്നേരം അമ്മയെ ശാലിനി എന്നിങ്ങനെ പറയുമ്പോൾ അതൊന്നും എനിക്ക് കേൾക്കണ്ട, ആ വിഷയം വിട് എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മയെ ഞാൻ വിളിക്കും, ശാരികയും വിളിക്കും, പക്ഷെ അവളെ വിളിക്കില്ല, അവളുടെ കാര്യം സംസാരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി സത്യഭാമ അങ്ങ് അകത്തേക്ക് പോകുമ്പോൾ സങ്കടപ്പെട്ട് ശ്യാമ അങ്ങ് മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. പിന്നാലെ രോഹിത്തും പോവുകയാണ്. തുടർന്ന് വിഷ്ണു അങ്ങ് സങ്കടപ്പെട്ട് സെറ്റിലേക്ക് വന്നിരിക്കുമ്പോൾ രാഘവനാർ ചോദിക്കുന്നുണ്ട്, നീ ശാലിനിയെ കാണാൻ പോയല്ലേ എന്ന്. അന്നേരം വിഷ്ണു ഇങ്ങനെ ദയനീയമായിട്ട് നോക്കുകയാണ്. അച്ഛാ അവളൊരു പാവമാണ് എന്ന് പറയുമ്പോൾ അതിപ്പോൾ എനിക്ക് അറിഞ്ഞൂടെ എന്ന് പറയുകയാണ്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ശാലിനി ഗർഭിണിയാണ് എന്നുള്ളത് നാളെ എന്തായാലും റിപ്പോർട്ട് വരുമ്പോൾ അറിയും. അതൊക്കെ ഇനി എങ്ങനെ അറിയും എന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡ്. താങ്ക് യു.